ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. നമുക്കറിയാം, നമ്മൾ ഈ പ്രാവശ്യം കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ള വീഡിയോസ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇനി എന്താണ്, ഉടൻ തന്നെ കേട്ടറ്റ് എക്സാം, അതായത് മണിക്കൂറുകൾക്കുള്ളിൽ ഇനി കേട്ടറ്റ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല, കുറേ പോയിൻറ്റ്സൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു കൺക്ലൂഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു കേട്ടറ്റ് പ്രിപ്പറേഷൻ അവസാനിക്കുവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിവിഷനൊക്കെ ചെയ്യാനുള്ളൊരു ടൈമാണ്. അതുപോലെ തന്നെ നിങ്ങൾ PYQs, നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പഴയതുണ്ട്, അതൊക്കെ റിവൈസ് ചെയ്യുക. ഈ വളരെ കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊന്നുകൂടി ഓർത്തെടുക്കാനൊക്കെ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് വീഡിയോസ് നോക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു PDF ആയിട്ട് എനിക്കൊന്ന് അയച്ചു തരിക. ഓക്കെ, കാരണം നമുക്കിനി വരുന്ന ടൈമിൽ വീഡിയോസ് ചെയ്യാനുള്ളതാണ്. അപ്പം അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ടെലഗ്രാം ചാനലിൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി. പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യുക. ഇപ്പം നമുക്ക് വേണ്ടത് സൈക്കോളജിയുടെ വേണം, ഹിന്ദിയുടെ വേണം മെയിനായിട്ട്. ഓക്കെ, അതിപ്പോൾ കേട്ടറ്റ് 1, 2, 3, 4 ഉണ്ട്, 4 കാറ്റഗറി ഉണ്ട്. അതിൻ്റെ സൈക്കോളജി ഉണ്ട്. അത് കൂടാതെ തന്നെ 3, 4ൻ്റെ ഹിന്ദി ഉണ്ട്. അപ്പോൾ അത് പറ്റുന്നവരൊന്ന് സെൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കുക. ഓക്കെ, അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞിട്ടും എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മൾ ഈ പ്രാവശ്യം ഒത്തിരി അങ്ങനെ വീഡിയോസൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. അപ്പോൾ കൂടുതൽ ക്ലാസ് വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന ടൈമിലും ചെയ്യാമെന്ന് ഓർത്തിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ JLTയുടെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണോ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. സോ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.